എല്ലാവർക്കും നമസ്കാരം. മഞ്ചേശ്വരത്ത് BJPയുടെ സ്ഥാനാർത്ഥിയായ കെ സുരേന്ദ്രന്റെ വിജയം ഉറപ്പിച്ചു. അത് ആദ്യം അംഗീകരിച്ചത് UDF ആണ്. അതുകൊണ്ടാണല്ലോ അവര് പിൻവാതില് വഴി പോയി SDPIയുടെ സ്ഥാനാർത്ഥിയെ കൊണ്ട് നോമിനേഷൻ പിൻവലിപ്പിച്ചത്. കാരണം കെ സുരേന്ദ്രന്റെ വിജയം അവർ ഉറപ്പിച്ചു. അപ്പോൾ ഭൂരിപക്ഷം കുറയ്ക്കുവാൻ വേണ്ടി SDPIയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ച് UDFന് പിന്തുണ കൊടുപ്പിച്ചു. അത്രയേ ഉള്ളൂ. ഇനി അല്ല, SDPIയുടെ സ്ഥാനാർത്ഥിയെ നിങ്ങളെ പിൻവാതിലൂടെ അല്ല പിൻവലിപ്പിച്ചത്, SDPI സ്വന്തം ഇഷ്ടത്തിൽ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് UDFന് പിന്തുണ നൽകുകയാണ് എങ്കിൽ നാഴികയ്ക്ക് 40 വട്ടം എവിടെയെങ്കിലും സ്റ്റേജും മൈക്കും കണ്ടു കഴിഞ്ഞാൽ അവിടെ ചെന്ന് VD സതീശൻ പറയുന്ന വാക്കുകളുണ്ട്. ഞാൻ ഇലക്ഷനിൽ തോറ്റാലും ജയിച്ചാലും വേണ്ടില്ല, ഞാൻ വർഗീയതയുമായിട്ട് ഒരിക്കലും സന്ധി കൂടില്ല, വർഗീയതയ്ക്കെതിരെ പോരാടുകയാണ് തന്റെ ലക്ഷ്യം, തന്റെ പോളിസിയിൽ ഒരിക്കലും വെള്ളം ചേർക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല, എന്റെ ജീവിത ലക്ഷ്യം തന്നെ വർഗീയതയ്ക്കെതിരെ പോരാടുക എന്നാണ് എന്നൊക്കെ VD സതീശൻ ഇങ്ങനെ പറയണ്ടല്ലോ. അപ്പൊ ആ സതീശന് ധൈര്യമുണ്ടോ മഞ്ചേശ്വരത്തെ SDPIയുടെ വോട്ട് UDFന് വേണ്ട എന്ന് പറയാൻ സതീശനെ കൊണ്ട് സാധിക്കുമോ? പറയില്ല. അതിനുള്ള ധൈര്യം സതീശന് ഉണ്ടായിരിക്കില്ല. കാരണം നിങ്ങളും നിങ്ങളുടെ മറ്റുള്ള നേതാക്കന്മാരും ഒക്കെ പിൻവാതിലൂടെ പോയിട്ട് തന്നെയാണ് SDPIയുടെ സ്ഥാനാർത്ഥിയെ മഞ്ചേശ്വരത്ത് നിന്ന് പിൻവലിപ്പിച്ച് വോട്ട് UDFന് നൽകാമെന്ന് പറയിപ്പിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടത്തെ LDFന്റെ സ്ഥാനാർത്ഥിയെയും കൂടി പിൻവലിപ്പിക്കുകയായിരുന്നു വേണ്ടത്. അതെന്ത് പറ്റിയെന്നറിയില്ല. എന്നാലും ശരി, ഈ SDPIയുടെ സ്ഥാനാർത്ഥി നോമിനേഷൻ പിൻവലിച്ചപ്പോൾ എന്തൊക്കെ വാഗ്ദാനമാണ് നൽകിയിരിക്കണേന്ന് മാത്രമേ ഇനി അറിയേണ്ടുള്ളൂ. ഈ നോമിനേഷൻ പിൻവലിക്കാൻ വേണ്ടി എന്തൊക്കെ മോഹരസുന്ദര വാഗ്ദാനങ്ങളാണ് UDF SDPIക്ക് നൽകിയതെന്ന് ഒന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. പിന്നെ ഏത് SDPIയും ആര് വേണമെങ്കിലും UDFന് പിന്തുണ നൽകിയാലും ശരി, മഞ്ചേശ്വരത്ത് വിജയിക്കുക 100% ഉറപ്പാണ്. കെ സുരേന്ദ്രൻ തന്നെയായിരിക്കും. ഇതിന്റെ മുമ്പ് ഒരു ഇലക്ഷനില് വെറും 89 വോട്ടുകൾക്കാണ് കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് തോറ്റത്. കപ്പിനും ചുണ്ടിനും ഇടയിലാണ് അന്ന് മഞ്ചേശ്വരത്തെ MLA സ്ഥാനം കെ സുരേന്ദ്രന് പോയത്. അന്ന് ഈ SDPI UDFന് തന്നെയാണ് വോട്ട് ചെയ്തത്. അല്ലാതെ അവർക്ക് അവിടെ സ്ഥാനാർത്ഥി ഉള്ളതായിട്ട് അറിയില്ല. അന്നത്തെ വോട്ടും UDFന് തന്നെയായിരുന്നു. SDPIക്ക് ഏകദേശം മഞ്ചേശ്വരത്ത് 8,000-നും 9,000 അടുത്ത വോട്ടുകളുള്ളൂ. അതിൽ കൂടുതൽ വോട്ടുകളൊന്നും ഇല്ല. അന്നത്തെ തെരഞ്ഞെടുപ്പില് എങ്ങനെയാണ് അവിടെ സുരേന്ദ്രൻ തോറ്റതെന്നും അതിനെക്കുറിച്ചെല്ലാം കോടതിയിൽ കേസും കാര്യങ്ങളായപ്പോഴത്തേക്കും നിർഭാഗ്യവശാൽ അവിടെ ജയിച്ച MLA മരണപ്പെടുകയും അങ്ങനെയാണ് ആ കേസ് പിൻവലിച്ചത്. അതുകൊണ്ട് ഇനിയിപ്പോ SDPIയുടെ പിന്തുണ ഇവിടെ കിട്ടിയെന്ന് ഓർത്തിട്ട് കെ സുരേന്ദ്രൻ തോൽക്കാനൊന്നും പോണില്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? മഞ്ചേശ്വരത്ത് മാത്രമല്ല, BJP വേറെ ഒരുപാട് മണ്ഡലങ്ങളിൽ വിജയിക്കും. അവിടെയെല്ലാം നിങ്ങളും SDPIയും CPMും LDFും UDFും ഒക്കെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ വെച്ചിട്ട് ഓരോ മണ്ഡലങ്ങളിൽ ഓരോ സ്ഥാനാർത്ഥികളെ നിർത്തുക. അതല്ലേ നല്ലത്? ഒരു മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിയെ നിർത്തുക, എന്നിട്ട് ഈ പറഞ്ഞ കക്ഷികളൊക്കെ PDPയും SDPIയും മുസ്ലിം ലീഗും എല്ലാവരും കൂടി അവിടെ ഒന്നിച്ചു നിന്ന് ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കുക. ഇപ്പുറത്ത് വേറൊരു മണ്ഡലത്തില് LDFന്റെ സ്ഥാനാർത്ഥിയെ നിർത്തുക. ഈ UDF, മുസ്ലിം ലീഗും കോൺഗ്രസും PDP, SDPI എല്ലാം കൂടി ഇവിടെ അടുത്ത സ്ഥാനാർത്ഥിക്ക് ഈ സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കുക. അങ്ങനെയല്ലേ നല്ലത്? എന്നാലോ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കില്ല എന്ന്. ഇവിടത്തെ UDFനും LDFനും സ്വപ്നത്തിൽ പോലും പേടി തുടങ്ങിയിരിക്കണു. കിടന്നുറങ്ങുമ്പോൾ പോലും പേടിയാണ് ഇപ്പോൾ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പില് BJPയുടെ ശക്തമായ സാന്നിധ്യം
കേരള നിയമസഭയിൽ ഉണ്ടായിരിക്കുമെന്ന് ഇപ്പൊ ഉറക്കത്തിൽ പോലും UDF-കാരനും LDF-കാരനും പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് മഞ്ചേശ്വരത്ത് ഇപ്പൊ കണ്ടത്. SDPIയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ച് UDF-ന് പിന്തുണ കൊടുപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ്. എന്തായാലും എല്ലാവർക്കും നമസ്കാരം. ഞങ്ങള് വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാതെ സമരം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടിയാട്ടോ. ഞങ്ങളെ ആരും തെറ്റിദ്ധരിക്കല്ലേ. നമസ്തേ.